കോൺഗ്രസിന്റെ UDFന്റെ പ്രകടന പത്രികയിലുള്ള 5 ഗ്യാരണ്ടിയിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നുള്ളത്. അതിനു പിന്നാലെ ഇപ്പോൾ പുതിയ നീക്കവുമായി KSRTC ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കണക്കെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. യാത്രക്കാരുടെ ജെൻഡർ രേഖപ്പെടുത്താനാണ് KSRTCക്ക് ഇപ്പോൾ നിർദ്ദേശമുള്ളത്. കണ്ടക്ടർമാർ ഇത്തരത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ വിവരം ആ തരത്തിൽ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് നടപടികളിലേക്കൊക്കെ KSRTC കടക്കുന്നു. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകുന്നത്. ചന്തു, ഇപ്പോൾ KSRTCയുടെ നടപടികൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് KSRTC ഇപ്പോൾ സ്ത്രീ യാത്രക്കാർ എത്ര, പുരുഷ യാത്രക്കാർ എത്ര, ട്രാൻസ്ജെൻഡർ യാത്രക്കാർ എത്ര എന്ന തരത്തിൽ കണക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ പുരുഷ യാത്രക്കാർ, സ്ത്രീ യാത്രക്കാർ, ട്രാൻസ്ജെൻഡർ യാത്രക്കാർ എന്നിങ്ങനെ തരംതിരിച്ച് ടിക്കറ്റ് നൽകും. അതനുസരിച്ച് KSRTCയിൽ എത്ര സ്ത്രീ യാത്രക്കാർ, പുരുഷ യാത്രക്കാർ സഞ്ചരിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് KSRTCക്ക് ലഭ്യമാകും. നേരത്തെ ഈ കോൺഗ്രസ് അവതരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര അനുവദിക്കുമെന്ന്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ജെൻഡർ ടിക്കറ്റിംഗ് എന്ന നടപ്പാക്കാൻ എന്ന പേരിൽ ഇപ്പോൾ KSRTC ഈ സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുക്കുന്നത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ യാത്രക്കാരുടെ കണക്ക് കിട്ടിയാൽ എത്ര സ്ത്രീ യാത്രക്കാർ സഞ്ചരിച്ചു എന്നത് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് ഒരു പ്രത്യേക പദ്ധതി രൂപീകരിക്കാനും പ്രത്യേക പാക്കേജ് ആവശ്യമെങ്കിൽ അത് നൽകുക എന്നത് ഉദ്ദേശിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഈ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇതിൽ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരെ ഉൾപ്പെടുത്തി ഈ ആപ്പ് പരിഷ്കരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ പരിഷ്കരിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ മുതൽ ഇത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി ചന്തു.